ഹലോ മച്ചന്മാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഭ്രമയുഗം എന്ന സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ ആ സിനിമയുടെ പ്രിവ്യൂ എങ്ങനെ നടന്നതായിട്ട് അറിവില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമുക്ക് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തിൽ പ്രവർത്തിച്ചിരുന്നവരുമായിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ലഭിച്ച കാര്യവും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രിവ്യൂവിനെ കുറിച്ച് എങ്ങും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഡബ്ബിംഗ് വേളയിൽ പലരും പല സീനുകൾ കണ്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അറിയില്ല എന്നുള്ളതാണ്. ടോട്ടലി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെ ഒട്ടുമിക്ക ആളുകളും അല്ലെങ്കിൽ 99% ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനിയും വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രിവ്യൂ റിപ്പോർട്ട് നടന്നതായിട്ടും നമുക്ക് ലഭ്യമായ വിവരങ്ങളില്ല. എന്താണേലും ഒരു കാര്യം ഉറപ്പാക്കാം, ഈ സിനിമയിൽ പ്രകടനം കൊണ്ട് മമ്മൂട്ടിയും അർജുൻ അശോകനും ഒക്കെ നമ്മളെ ഞെട്ടിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നീട് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ളത് തന്നെയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുമ്പോൾ അത് കൗതുകമുളവാക്കുന്നതും ഒപ്പം സംശയം ജനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എന്നുള്ളതാണ്. അതിൻ്റെ മറുപടിയായി ആരുമൊന്നും പറഞ്ഞില്ല. തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത്. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു സിനിമ നമ്മളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് അവരുടെ കോൺഫിഡൻസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രിവ്യൂ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രിവ്യൂ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ സമയം നാളെ നമ്മളുടെ തിയേറ്ററുകളിൽ വന്നതിന് ശേഷമായിരിക്കും അവിടുത്തെ പ്രിവ്യൂ, അല്ലെങ്കിൽ ഏറെക്കുറെ അതിനോട് അടുത്തുള്ള സമയങ്ങളിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാനഡയിൽ പ്രിവ്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ നമ്മളുടെ സുഹൃത്ത് വലയങ്ങളിൽ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, പ്രിവ്യൂ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം. മികച്ച ഒരു സിനിമയാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.